പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫ് അസിം മുനീറിൻ്റെതായിട്ടുള്ള പുതിയൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അയാൾ അതിൽ പറയുന്നത്, നമ്മുടെ കൂടെ അള്ളായുണ്ട്, ഇന്ത്യക്കാരുടെ കൂടെ അള്ള ഇല്ല, അതുകൊണ്ട് തന്നെ വിജയം നമ്മുടെ കൂടെയായിരിക്കും. ഇനി അതും പോരെങ്കിൽ ദാ നിൽക്കുന്ന മൗലവി നമുക്ക് വേണ്ടി ഏതു സമയവും ദുവാ ചെയ്തുകൊണ്ടിരിക്കും. അത് പട്ടാളക്കാരെല്ലാം ധൈര്യപൂർവ്വം പോരാടുക എന്നാണ്. ഇതും പറഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത ഫ്ലൈറ്റ് കയറി ഏതോ വിദേശ രാജ്യത്തേക്ക് പോയി. കാരണം ചൈന അവരുടെ നാട്ടിലെ എല്ലാ ആക്രിയും പെറുക്കി കൂട്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന യുദ്ധോപകരണങ്ങളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് ഇയാൾക്ക് നന്നായിട്ടറിയാം. ഇന്ത്യക്ക് അത് തകർക്കാൻ ഒരു മണിക്കൂർ പോലും വേണ്ടെന്നും അറിയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ള ഏതോ രാജ്യത്തേക്കാണ് ഇയാൾ പോയതെന്ന് അനുമാനിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് സൗദിയും അമേരിക്കയുമായിരുന്നെന്ന്. ഈ രണ്ട് രാജ്യങ്ങളിലും ചെന്ന് കാല് പിടിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് മോദിയെ വിളിപ്പിക്കുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ സംസാരിച്ചതിന് ശേഷമാണ് മോദി വെടിനിർത്തലിന് തയ്യാറായത്. അതുമാത്രമല്ല, തീവ്രവാദികളെ തകർക്കുക എന്നത് മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യവും. പാകിസ്ഥാനിലെ മതഭ്രാന്തന്മാരായ ഭരണാധികാരികളുടെ മുമ്പിൽ ഇന്ത്യ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ മാത്രമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഹിന്ദുക്കളാണ്. അവരുടെ മുമ്പിൽ ഈ രാജ്യം ശത്രു രാജ്യമാണ്. അതുകൊണ്ട് ഏത് മനുഷ്യത്വത്തിൻ്റെ പേരിലായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്നോർക്കുക, നിങ്ങൾ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരായിരിക്കും. രാഷ്ട്രീയപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഭരണകൂടത്തോടുണ്ടാവാം, അത് സ്വാഭാവികം. പക്ഷേ അത് രാജ്യത്തിനകത്തായിരിക്കണം. ഇനി അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്മാരോടുള്ള സഹതാപമാണെങ്കിൽ ഇവരുടെ ഈ ഭരണാധികാരികളെ പോലെ തന്നെ 95% മനുഷ്യരും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മദ്രസ വിദ്യാഭ്യാസം മാത്രം കിട്ടിയ മതഭ്രാന്തന്മാരായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തോടുള്ള ഏതുതരം എതിർപ്പും ശത്രു രാജ്യത്തിന് സഹായകരമാവുമെങ്കിൽ അത് രാജ്യദ്രോഹമായിരിക്കും. रियासत की जंग लड़ रहे हो, अल्लाह तुम लोगों के साथ है, ठीक है, क्योंकि तुम लोग अल्लाह की जंग लड़ रहे हो, उसके साथ नहीं है, क्योंकि अल्लाह ने हुक्म दिया हुआ है. ये मौलवी साहब खड़े हैं, इनको पता होगा. इन्नमा जज़ा